അങ്ങനെ കേസ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ഗോബ്ര ബീച്ചിൻ്റെ മറ്റൊരു വശത്താണ്. മറ്റൊരു വശം എന്ന് വെച്ചാൽ നമ്മൾ സൈഡിൽ നിന്ന് വരുമ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ജോഗിങ്ങിനും മോർണിംഗ് വാക്കിങ്ങിനൊക്കെ വരാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ആ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അടിപൊളി ഏരിയയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് 1.5 മണിക്കൂർ നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സൂര്യോദയം കാണുന്ന വെച്ചിട്ട് വന്നത്. നോക്കുമ്പോൾ എത്തുമ്പോഴത്തേക്കും സൂര്യ ഉച്ചയിലെത്തി. ഓക്കെ, ഇവിടെ കുറേ ബാച്ചിലേഴ്സും ഫാമിലീസൊക്കെ ആയിട്ട് നടക്കാൻ വരുന്നുണ്ട്. നല്ലൊരു ഏരിയ കേട്ടോ, നല്ലൊരു സ്പോട്ടാണ്. ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂര്യൻ ഉദിച്ചുയർന്നു വരുന്നുണ്ട് കേട്ടോ. സൂര്യോദയം കാണാൻ വിചാരിച്ചിട്ട് വന്നതായിരുന്നു, പക്ഷെ കുറച്ച് ലൈറ്റായി പോയി. നടന്ന് വന്ന് 4 കിലോമീറ്റർ എത്തുമ്പോഴത്തേനും അത്യാവശ്യം ലൈറ്റായി. 5 മണിക്കിട്ട് പോകുന്നതാ. വാവ്, മൈ ഗോഡ്, കുറേയുണ്ട് കേട്ടോ. അതാണ് കേസ്. ഞാനിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി കറക്റ്റ്. ആ 1 മണിക്കൂർ 6 കിലോമീറ്റർ എനിക്ക് കവർ ചെയ്തു. ഇനി ഇത്രയും ദൂരം എനിക്ക് തിരിച്ച് നടക്കണം കേട്ടോ. പക്ഷെ എൻ്റെ നടത്തം കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും സ്റ്റാർട്ട് ഇത് എത്തണമല്ലോ, ഗോബ്രയിലേക്ക് എത്തണമല്ലോ. അതാ അപ്പുറത്തേക്ക് ആളുകൾ നടന്നുകൊണ്ടോ. സൂര്യൻ്റെ ഇതുള്ള കാരണം ശരിക്കും കാണാനായിട്ടാണ്. അപ്പുറത്തേക്ക് എനിക്ക് കടക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ഞാൻ കടക്കും. അപ്പുറത്ത് എന്തായാലും കടക്കും. അപ്പം ഞാൻ 1 മണിക്കൂർ നടന്ന് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. ഈ വഴി എങ്ങനെയാണെന്ന് പോയി നോക്കിയിട്ടേ ഞാൻ അപ്പുറം പോകുള്ളൂ. ഇതിൻ്റെ എൻ്റെ വരെ ഞാൻ പോകും. ഒരു പക്ഷേ എനിക്ക് അപ്പുറത്ത് നിന്നിട്ട് കടക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പുറത്തുനിന്നാണ് കറക്റ്റ് ഗോബ്ര പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. ഇതൊരു ഇതല്ല, എന്നാലും നമ്മൾ പോയി നോക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇറങ്ങിയുള്ളതാണ്. നമ്മളെ യാത്രകൾ എപ്പോഴും മാപ്പിൽ നോക്കിയിട്ടായിരിക്കും. മാപ്പിൽ നോക്കി ഏകദേശം ലൊക്കേഷൻ മനസ്സിലാക്കിയിരിക്കും. അവിടുത്തെ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ് കിടക്കുന്നത്. ഈ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ സാറ്റലൈറ്റ് വ്യൂ ഉണ്ടല്ലോ, കറക്റ്റ് നമ്മൾ മുകളിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇതാക്കണ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എവിടെയൊക്കെ വെള്ളമുണ്ട്, പച്ചപ്പ് എവിടെ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഇത് നോക്കിയിട്ടാണ് ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ അവിടെ നിന്ന് കടക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഉണ്ട്. ബീച്ചിൻ്റെ ഒരു സൈഡ്. ഇനി ഇത് എൻ്റെ വരെ മതിൽക്കെട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കടക്കാൻ പറ്റില്ല. എന്നാലും കടലല്ല അവിടെ, വലിയ പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പോൾ കാലം നനക്കണം എന്ന് തോന്നണുണ്ട്, അറിയില്ല. അത് നോക്കി നോക്കട്ടെ. കടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കണ്ട ആ എൻഡിൽ കൂടെ നമുക്ക് ആ മണലിലേക്ക് ക്രോസ് ചെയ്ത് കയറാൻ പറ്റും. ഇവിടെ ഈ വെള്ളം ഒഴുകി പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു വാതി പോലെ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞില്ലേ. ഇത് സംഭവം ഇത് ഞാൻ വന്ന് നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ അപ്പുറത്ത് ഞാൻ വന്നിട്ടുണ്ട്. ഈ റൂട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇത് മാപ്പിൽ നോക്കിയിട്ട് മനസ്സിലാക്കിയത് എങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ വന്ന് കാണണം, എങ്ങനെയാണെന്നുള്ള അറിയണം. നോക്കി നോക്കാം. അടിപൊളിട്ടാ. അവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് കാണില്ല, കാരണം ഇത് ഈ റോഡ് ഇവിടം വരെ കാണുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു താഴ്ചയാണ്. ഈ താഴ്ചയിൽ പാർക്കിംഗ് ഉണ്ട്, കാർ പാർക്കിംഗ് ഉണ്ട്. ഒരുപാട് പേര് ഏതാ ഇവിടെ വന്നിട്ട് തിരിച്ച് പോകുന്നുണ്ട്, ജോയിങ് ഉണ്ട്. നമുക്ക് പാസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹാപ്പിയായി, ഞാൻ ഹാപ്പി. മറ്റേ ആ പാർക്കിൻ്റെ ആ ഭാഗത്ത് വേറെ ഭാഗത്ത് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കട്ടെ കേട്ടോ. അവിടെ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ കോട്ടൊക്കെ ഉണ്ട്, ഒരു വോളിബോൾ കളിക്കുന്നുണ്ട് അപ്പുറത്ത്. ഇതാണ് ഏരിയ. ആ ഭാഗത്ത് ഞാൻ വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അവിടെ ഒരു ടെൻറ്റ് കണ്ടില്ലേ, അതാണ് ജെറ്റ് സ്കീയുടെ ഒരു ഏരിയ. നമുക്ക് അവിടെ പോവാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ട ഈ വഴി നമുക്ക് ക്രോസ് ചെയ്യാം. മക്കളെ കിട്ടി, ഭാഗ്യമുണ്ട്. അപ്പോൾ ഈ വഴി നമുക്ക് ക്രോസ് ചെയ്ത് പോകാം. അവിടെ കടലിലെ ആൾക്കാരെ കുളിക്കുന്നുണ്ട്. ഇപ്പോൾ അത് വീടാണോ എന്താണോ എന്നറിയില്ല. എന്തായാലും സംഭവം അടിപൊളി, നല്ലൊരു വ്യൂവും കാര്യങ്ങളും. റിസോർട്ടാണോ വീടാണോ എന്താണെന്നറിയില്ല. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സാധനം. റിസോർട്ടാണോ സംശയമുണ്ട് കേട്ടോ. അതിൻ്റെ അതൊക്കെ കാണിച്ചു പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ മെൻറ്റാലിറ്റി അല്ലേ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ ആക്കി വെക്കാമല്ലോ. ഇങ്ങനെ പൂള്, വാക്കിംഗ് സ്പേസ്, വാക്ക്. ഓക്കെ, അങ്ങനെ കേസ് നമ്മളിതാ ഇറങ്ങുകയാണ് കേട്ടോ. ഈ വഴി ഇറങ്ങി ഇവിടം വരെ ഹാൻഡിക്യാപ്സുകൾക്ക് വരാൻ പറ്റും. വീൽ ചെയറൊക്കെ അവിടം വരെയൊക്കെ പോകും. പിന്നെ ട്രോളി, കുട്ടികളായിട്ട് വന്ന ട്രോളിയൊക്കെ അവിടം വരെ ഇതാക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ചെറിയൊരു ഫുട്ബോൾ കോർട്ടുണ്ട്. അവിടെ ബഡീസ് ചെയറൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്.
ബീച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈക്കിളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ച് കാടിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. കാടും നടന്നത് അയ്യോ, നമ്മൾ കടലിൻ്റെ അവിടെ വന്നിരിക്കുന്നുണ്ട്. വെള്ളത്തിൽ കുളിച്ചോ എന്നറിയില്ല. ഞാൻ കുറേ പേര് വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ഇറങ്ങാൻ പറ്റിയൊരു സ്പോട്ടാണ്. മണ്ണിൽ മണ്ണ് വാരി മേത്തിട്ടിരുന്നായിരുന്നു അട്ടപ്പാവും. അവിടെ മാന്തി കളിക്കണം. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫാമിലീസ് ഇരുന്നിട്ട് സംസാരിച്ച് സ്വറ പറഞ്ഞിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ വെയിലൊക്കെ കൊണ്ടിട്ട് നല്ല അടിപൊളി. ആ ഭാഗത്താണ് നമ്മൾ മസ്കറ്റ് എയർപോർട്ടിൽ വരുന്നത്. അതൊക്കെ പോട്ടെ, കുറേ എല്ലാ വീഡിയോയിലും മസ്കറ്റ് എയർപോർട്ട് തന്നെ. ഇവിടെ അടിപൊളിയായിട്ട് വന്ന് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റൂട്ടോ. അവരുണ്ടോ മണ്ണ് മാറ്റിയിട്ട് സൈക്ലിങ് കഴിഞ്ഞ് വന്നിട്ട് രാവിലെ തന്നെ അവിടെ മണ്ണ് മാറ്റിയിട്ട് മണ്ണിലിരുന്ന് കളിക്കുക. അവിടെ കല്ലൊക്കെ ഉണ്ട്, മറ്റേ ഇതിൻ്റെ ഉരുളം കല്ലുകളൊക്കെ ഉണ്ട്. ഇതിലിരിക്കണം എന്തിനാ അങ്ങനെ. പിന്നെ അതെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ പേര് വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. അവർ കുളിക്കാനിറങ്ങി വെള്ളത്തിൽ കുളിയും ഫോട്ടോസും കാര്യം. ആഴം കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് മറ്റേ വെള്ളം ഒഴുകി വരണം കേട്ടോ, ഈ ഒരു പോഷൻ. നമ്മളിതുവഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകും. ഓക്കെ, ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ നമുക്ക് ക്രോസ് ചെയ്ത് പോകാം. നല്ല രസം. അത് കാലൊക്കെ വെള്ളത്തിലിട്ടിരിക്കുന്നുണ്ട്. ആഴമുണ്ടോ? കുറച്ച് ചെറിയൊരു ആഴം കാണുന്നുണ്ട്. ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വെള്ളം നമ്മളവിടെ നിന്ന് കണ്ട കേട്ടോ. ഇങ്ങനെ വന്നതാണ് ഞാൻ പറഞ്ഞ ആ വാഴ. ഇങ്ങനെ വെള്ളം പോകും. ഇങ്ങനെ പോയി നേരെ കടലിലേക്ക്. അവിടെ അവരൊക്കെ ചെറിയൊരു ഒഴുക്കുണ്ടല്ലേ അതിൻ്റെ വെള്ളത്തിൻ്റെ. നല്ല രസമുള്ള കല്ലുകൾ, വെള്ളം കല്ലുകൾ. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ഫാമിലീസും ഒക്കെ ഉണ്ട്. അവർ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്, ഫോട്ടോസ് എടുത്ത് കളിക്കുന്നുണ്ട്. അതെടുത്താൽ ചിലപ്പോൾ അടി കിട്ടും. അത് വേണ്ട, ഞാൻ അടുത്ത സ്ഥലത്ത് പോകണം. അപ്പോൾ നമ്മൾ നീതി ചാടിക്കടന്ന് അപ്പുറത്ത് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തി. ഇത് ഇവിടുന്ന് കാണുന്ന വ്യൂ നല്ല രസമാണ് കേട്ടോ. ഒരു എന്തായാലും മോർണിംഗിൽ വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയും തന്നെയാണിത്. അപ്പോൾ ഇവിടുന്നുള്ള ഓരോ വീടുകൾ അതിൽ നോക്കിയാൽ അവരുടെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തല്ലേ. പലതും പല രീതിയിലാണ്, ഓരോരുത്തരും മെൻറ്റാലിറ്റി പോലെ ഇതാക്കി വെച്ച് കാണാം. അതിൻ്റെ ഫ്രണ്ടിലൊരു ഹമ്മർ കിടക്കുന്നുണ്ട്, നല്ല രസമായിട്ട്. അങ്ങനെ ഗെയ്സ് നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിലേക്ക് കടന്നു. പിന്നെ ഇതുവഴി ഒരു സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ അത് അവരോട് ക്ലോസ് ചെയ്തിട്ടിരിക്കും കേട്ടോ. ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുക. ശരിക്കും അപ്പുറത്ത് കൂടെ റോഡ് വരുന്നുണ്ട്, ഇവിടം വരെ വരുള്ളൂ. ഇവിടെ നിങ്ങളുടെ ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങണമെങ്കിൽ അങ്ങനെ ലാസ്റ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തന്നെ നടന്നിപ്പുറത്തേക്ക് വരണം. അപ്പോൾ നമ്മുടെ വാതിയുടെ അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്. എന്നാൽ പ്രളയത്തിൽ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായതെന്ന് അറിയില്ല കേട്ടോ. ഇതിലേക്കൊക്കെ വെള്ളം കയറി ഉണ്ടാവും ചിലപ്പോൾ. നല്ല വെള്ളമല്ലേ ഉണ്ടായിരുന്നു. നോ സ്മോക്കിംഗ് ഏരിയയാണ്, ബോർഡൊക്കെ ഉണ്ട്. അതെന്തായാലും നന്നായി. തിരിച്ച് ഇതിലേക്ക് തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ, ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല എന്താ പറയുക, ഒരു പ്രത്യേക ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഇതിലെ നടക്കുമ്പോൾ. ഈ സ്പോട്ട് നമ്മൾ അടുത്താണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു. നടക്കാറിങ്ങനെ ഡെയിലി ഇങ്ങോട്ട് നടക്കാറിങ്ങായിരുന്നു. ഇതിപ്പോൾ അവിടെയും കുഴപ്പമൊന്നുമില്ല, ചിത്ര വൈബില്ല എന്നുള്ളൂ. നല്ല രസം. ഇത് പോകുന്നത് മലയാളീസാണ്. അവർ ഓരോ കഥകളും പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. രാവിലെ നടക്കാറിങ്ങല്ലേ. ഇന്ന് പറയാൻ മറന്നു, ഇന്ന് വെള്ളിയാഴ്ച കാരണം കുറേ എന്നെപ്പോലെ നടക്കാറിങ്ങൊരു കുറേ ഉണ്ട്. കുറേ സമയം സ്പെൻഡ് ചെയ്യാമല്ലോ. അല്ലാത്ത ദിവസങ്ങളിൽ 7 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് റൂമിലെത്തണം. 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. എടാ ഇതാണ് ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. വഴി അവിടം വരെ വരണം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാം. ഇവിടുത്തെ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ. ഓരോന്നും ഉണ്ടാക്കി വെച്ചല്ലോ വേണ്ടില്ലേ.
ഇവിടുന്ന് പിന്നെ ഫോണ് വീഡിയോ സ്റ്റില്ല കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഓരോന്ന് കണ്ട് ഇങ്ങനെ പോകാൻ തോന്നുന്നു. ഞാൻ പതുക്കെ സംസാരിക്കണം എന്താ വെച്ചാൽ പലരും ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഉറക്കെ സംസാരിച്ചിട്ടോ നടന്നിങ്ങനെ വീഡിയോ എടുത്തിട്ടോ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, അവർ പോലും അറിയാതെ എടുത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ ഈത്തപ്പഴം കായിട്ടിട്ട് വരണം, ചെറിയൊരു കായിട്ടാ, അതിന് വലുതായി വരണം. അപ്പോഴത്തേനും ഒരു കവറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നെറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഏരിയ. നമുക്ക് അപ്പുറം പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, വളരെ വിശാലമായ സ്പേസ്, ആരുടെയും ശല്യമില്ലാതെ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് നടക്കാനും ഇരിക്കാനും വണ്ടി കൈ വന്നു കഴിഞ്ഞാൽ ചെയറൊക്കെ ആയിട്ട് കൊടുന്ന് ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ വാഷ്റൂമുണ്ട്, അതിനകത്തതാ എല്ലാ സെറ്റപ്പുണ്ട്. നൈറ്റിൽ എന്തൊക്കെ പരിപാടി ഉണ്ട്. അവിടെ എന്തോ ഹോട്ടൽ എന്തൊക്കെ ഉണ്ടെന്നുണ്ട്. അവിടെ അറബിയിൽ എന്തൊക്കെയോ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാഫി മാനം മറബ് അല്ലേ. ഇതിൽ ആ കച്ചറായിട്ട് മഴ പെയ്തിട്ട് കച്ചറ വീണ്ടും എടുക്കണം കേട്ടോ. മണ്ണ് ഇടിഞ്ഞ് ആകതായിക്ക് എടുക്കണം, അല്ലെങ്കിൽ നല്ല രസമില്ലായിരുന്നു. ഇതാണ് ഇവിടുത്തെ വ്യൂ, ലൈക്ക് വ്യൂ. ഇവിടെ നല്ല രസമായിട്ടൊരു പള്ളിയുണ്ട്, വീടുകളുണ്ട്. ഇവിടെ പിന്നെ ഞാൻ കണ്ട വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി അവിടെ നിന്ന് കൊണ്ട് വന്നവരാരും തിരിച്ച് ഇതുവഴി പോകണില്ല. തിരിച്ചപ്പുറത്ത് കൂടെ തന്നെ അതുവഴി അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നേരെ റോട്ടിൽ കയറാൻ പറ്റും. ഇവിടെ വരെയൊക്കെ റോഡുകൾ വരുന്നുണ്ട്, ഓരോരുത്തരുടെ വീടുകളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ കയറി അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും, ജസ്റ്റ് ഒരു പാസിങ് മാത്രം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലും അവിടെ ഇതിൻ്റെ ഒക്കെ മറയിൽ നിന്നുകൊണ്ട് നമുക്ക് വ്യായാമം ചെയ്യാൻ പറ്റും. ഇപ്പം സമയം പറയുന്നത് 7 മണി ആവാനുണ്ട്, 6:45. ഞാൻ 5:15 ഇറങ്ങിയത് റൂമിൽ, 6:15. സൂര്യോദയം കാണാൻ പറ്റില്ല, കാരണം അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലിയറിൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഒരു കളിയൊക്കെ കണ്ട് വ്യായാമം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ. ഒരു കളി കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെയിൽ വന്ന് പിന്നെ അത് പ്രശ്നമാവും. ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. ഞങ്ങളന്ന് ഒരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ പുല്ലിലിങ്ങനെ പായൊക്കെ വിരിച്ച് സുഖമായിട്ടിരുന്ന് നോമ്പൊക്കെ തുറന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് ഗോബ്ര ബീച്ച്, ഗോബ്ര പാർക്ക്, എല്ലാം സെറ്റ് ഇവിടെയാണ്. ഇതിപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് നടന്നു പോകാം. പിന്നെ അവിടെ ഒരു ഓട്ടോമാറ്റിക് ടോയ്ലറ്റ് കണ്ടിരുന്നു, അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്നൊന്നും അറിയില്ല. അങ്ങനെ ഇതാണ് ഗേസ് ആ ടോയ്ലറ്റ്, ഫുൾ ഓട്ടോമാറ്റിക് ടോയ്ലറ്റ്. ഇതിൻ്റെ മാനുവലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ക്യാഷ് ഇടേണ്ടതും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് ആണോ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൽ വർക്കിംഗ് ആണ്, കാർഡിൻ്റെതൊക്കെ മെഷീനൊക്കെ ഓണാണ്. ഇതെങ്ങനെ പ്രവർത്തനം എന്ന് എനിക്കറിയില്ല, നമുക്ക് പിന്നീട് ഒരു ദിവസം നോക്കാം. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകേണ്ട കേട്ടോ. ഇവിടം വരെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ ആയിരുന്നു. 2 തവണ വന്നിട്ടുണ്ട്. ഒരു തവണ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു തവണ അവിടെ ബീച്ചിൻ്റെ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ജെറ്റ് സ്കൈ ഉണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. കാരണം ഓപ്പോസിറ്റ് അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ വെയിലിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അവിടെ നിന്ന് എടുക്കാനില്ല. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എടുത്തിട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബീച്ചിലെ ഗോബ്ര പാർക്കിൻ്റെ വിഷ്വൽസ്. അങ്ങനെ കേസ് ഗോബ്ര പാർക്കിലെ വിഷ്വൽ കണ്ടില്ലേ, തെങ്ങാണത് കംപ്ലീറ്റ്. വേറെ വ്യത്യാസം കണ്ട, വേറെ സംഭവം ശ്രദ്ധിച്ചോന്നറിയില്ല. അതാ ഈ തെങ്ങിന് കണ്ടില്ലേ 2 കൂമ്പ ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് പോയത്. എങ്ങനെ ഉണ്ടാക്കിച്ചതാണോ അത് അങ്ങനെ ആയി വന്നതാണോ എന്നൊരു ഐഡിയ ഇല്ല, എനിക്കറിയില്ല. എന്തായാലും സംഭവം അടിപൊളി. പിന്നെ ഇതാ പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള റൈഡുകളും ചെറിയ കുഞ്ഞു റൈഡുകളുണ്ട്. താത്താമാരിരുന്ന് ആടുന്നുണ്ട്. അങ്ങനെ പറ്റിയ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. അവരെ വീടുകൾ അവിടെ നല്ല വ്യൂ ഉണ്ട്.
ആണ് നമ്മുടെ ജെറ്റ് സ്കീയുടെ ഏരിയ. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ലവ് ഒമാൻ ഒക്കെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു തീം തന്നെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ. വളരെ കളർഫുള്ള്, നല്ല രസമായിട്ട് ബീച്ച് ഏരിയയിൽ കൊടുക്കാൻ പറ്റിയൊരു സംഭവം തന്നെ. കാരണം ഇവിടെ വേറെ ഒന്നുമില്ല ഈ ഏരിയയിൽ, കണ്ടോ ഒഴിഞ്ഞു കിടക്കുക, വേറൊരു ഇതുമില്ല. എവിടെ നിന്ന് നോക്കിയാൽ ഈ സാധനം കാണാൻ പറ്റും. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇത് കാണാൻ, മറ്റേ അതിൻ്റെ ഇതുകളൊക്കെ നിരത്തിയിട്ടിരിക്കുന്നു. അങ്ങനെ കേസ് ഇതാണ് നമ്മുടെ ഗോബ്ര ബീച്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിക്കുകയാണ്. നമ്മളിനി ഇവിടുന്ന് തിരിച്ചാണ്ട് നടന്ന് വന്ന വഴിയിൽ നിന്ന് തിരിച്ചു പോകും. വന്ന വഴിയിൽ തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ലാസ്റ്റിലൊരു മതിലൊക്കെയാണ്. ആ ഏരിയയുടെ അപ്പുറത്തേക്ക് കടലിൻ്റെ സൈഡിൽ കൂടെ ക്രോസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സുഖമായി. പിന്നെ ഞാൻ വീണ്ടും ഇവിടുന്ന് ഹൈവേ റോട്ടിൽ കയറി റോട്ടിൽ വീണ്ടും അപ്പുറത്ത് ക്രോസ് ചെയ്ത് വീണ്ടും ഇതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ വന്നിറങ്ങണം. എന്നിട്ട് ബീച്ച് സൈഡിൽ കൂടെ നടന്ന് പോകണം. അസീബ സൈഡിൽ കൂടെ, അതിൻ്റെ അപ്പുറത്താണ് അസീബ, ഇപ്പുറത്ത് ഗോബ്ര. ഒന്ന് നോക്കി നോക്കട്ടെ, വല്ല വഴിയുണ്ടോ നോക്കട്ടെ. പിന്നെ നമ്മളിപ്പോൾ ഇനി തിരിച്ച് നടക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഏകദേശം 8.5 കിലോമീറ്റർ ആയിട്ടുണ്ട്, 8.25 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തിരിച്ച് നടക്കുകയാണ്. ഇനിയിപ്പോൾ ടോട്ടൽ എത്ര ആവും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഉണ്ട്, 1.5 മണിക്കൂർ എന്തായാലും എനിക്ക് കാണാം. കേസ് അങ്ങനെ നമ്മളിതാ ബീച്ചിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ കുറച്ച് ടീമുകളൊന്ന് കുളിക്കുകയും മണ്ണ് മാന്തി കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. മറ്റേ നമ്മളാ ഫസ്റ്റ് വന്നില്ലേ വെള്ളം ഒഴുകി കടലിലേക്ക് എത്തുന്ന ഒരു ഭാഗം കണ്ടില്ലേ, ഒന്ന് മറ്റേ ഒരു വാതിയുടെ ക്രോസ് ചെയ്തിട്ട് വന്ന് ആ വഴി അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ആ വെള്ളം ഒഴുകി വരുന്നത്. ആ ബിൽഡിങ്ങുകൾ കണ്ടാൽ മനസ്സിലാവും. അവിടെ നിന്ന് കല്ലുകളൊക്കെ മാറ്റിയിട്ട് കൊടുത്തിട്ട് വാതിയിലെ കുഴിയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ്ട അവിടെ വേണ്ട കല്ലുകൾ ഇട്ടേക്കണേ. ഈ കല്ലിൻ്റെ അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ അപ്പുറത്ത് ക്രോസ് ചെയ്ത് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ അതേ അപ്പുറത്തെ സൈഡിലുണ്ട് കുറേ ബോട്ടുകൾ എടുക്കണം. അതാണ് അസീബ സൈഡ്. അവിടെ വരെ നമ്മൾ വന്നിട്ടുണ്ട്. അസീബയിലെ ബോട്ട് മറ്റേ ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഇട്ട ഏരിയ എന്ന് പറഞ്ഞിട്ട് അവിടെ വരെ നമ്മൾ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രീതിയല്ല ഇതുവഴി ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിന്നും അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് പ്രൈവറ്റ് ഏരിയ ആണ് അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് അവർ കല്ലിങ്ങനെ ഇറക്കിയിട്ടിരിക്കണം. കടലിലെ കാറ്റ് സൗണ്ട്, തിരമാലകളെ സൗണ്ട് കേൾക്കണില്ലേ, കണ്ടാ ഇവിടെ ഒരു കല്ലിട്ട് ഇവിടെ കടലിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തിട്ടുണ്ട്. അതൊരു പ്രൈവറ്റ് ബീച്ച് പോലെ ആക്കി സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഈ ഭാഗം ക്രോസ് ചെയ്ത് പോകണം. സുഖമായിട്ട് നമുക്ക് ഷോർട്ട് കട്ടായിരുന്നു അപ്പുറത്ത് കിടക്കാൻ. അല്ലാന്നാണ് ഇതിനെ അങ്ങനെ കടന്ന് മറികടന്ന് അപ്പുറത്ത് കൂടെ വരണം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് നേരം കടലിലെ കുറച്ച് കാഴ്ചകൾ. വെള്ളം ഒഴുകി വരുന്നുണ്ടല്ലേ, കുറേശ്ശെ വെള്ളം ഒഴുകി വരുന്നു. ഇതാണ് അവിടുന്ന് വരുന്ന ആ ഒഴുക്ക്. അപ്പോൾ ഇനി നമുക്ക് പോവാന്നാ. പക്ഷെ ഭാരതപ്പുഴയിൽ വെള്ളം ഒഴുകി വരണ പോലെ തോന്നുന്നു കേട്ടോ. ചെടിയിൽ മണ്ണിടിയുന്നുണ്ട്, കാരണം അവിടുന്ന് ഇങ്ങനെ വളവല്ലേ തിരിഞ്ഞുകൊണ്ട് വരുന്നില്ല. അപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് പോകുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുന്തോറും ഈ ചാല് വലുതായി വരും. അല്ല അങ്ങനെ വന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ കൊലിച്ച് പോയിരുന്നു. വെള്ളം കുറവായതുകൊണ്ട് ക്രോസ് ചെയ്ത് നടക്കാൻ വേണ്ടി ചെറിയൊരു ഇതൊക്കെ ഇട്ട് വെച്ചിരുന്നു. ഇവിടെ ക്രോസ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടത്തേക്ക് വിടാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ യാത്ര വെള്ളിയാഴ്ചക്കാലത്തെ സാധാരണ മോർണിംഗിൽ വാക്കിംഗ് ചെയ്യാറുണ്ട്. പക്ഷേ ഫ്രൈഡേ നമ്മൾ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കൂടുതൽ പോകാറുണ്ട്. ഏതെങ്കിലും പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ സ്ഥലങ്ങളിലേക്ക് ലൊക്കേറ്റ് ചെയ്ത് അങ്ങോട്ട് പോവുക, അങ്ങനത്തെ പരിപാടികളുണ്ടായിരുന്നല്ലോ. ഇന്ന് നമ്മൾ വന്നത് കുറേ മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഗോബ്ര ബീച്ചിലേക്ക് വരണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നു, ഗോബ്ര ബീച്ചിൽ വന്നു. അതാണ് ആ സൈഡിൽ കാണുന്നതാണ് ഗോബ്ര ബീച്ച്. അപ്പോൾ അത് ഈ വിഷയമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് രാവിലെ 5:15 ഇറങ്ങിയതാണ് റൂമിൽ നിന്ന്. സൂര്യോദയം കാണണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട്
ഞാനിവിടെ നടന്നെത്തുമ്പോൾ കറക്റ്റ് ഈ സ്പോട്ടിലെത്തുമ്പോൾ 6:45 1.5 മണിക്കൂർ എടുത്ത് നടന്നു വരിക. കാരണം എൻ്റെ ഇടയിൽ ഓരോ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് വന്ന് വരൻ്റെ ഇടയിൽ നമ്മൾ അവിടുത്തെ കുറേ ഇത് നമ്മൾ ഹസീബയിലെ പാർക്ക് കേട്ടോ. പിന്നെ വന്ന വഴി തന്നെ നമ്മളിപ്പോൾ തിരിച്ചു പോണത്. അപ്പോൾ 1.5 മണിക്കൂർ യാത്ര ഏതാണ്ട് ഒരു 8.75 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്തു. ഇനി തിരിച്ചതുപോലെ പോവാണ്. തിരിച്ചൊരു ഒറ്റപ്പിടുത്തം പിടിക്കണ കാരണം ചിലപ്പോൾ നേരത്തെ എത്തും. ഇനി അധികം വീഡിയോസ് എടുക്കില്ല. ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവിടുന്ന് അങ്ങനെ പോകുള്ളൂ. അപ്പോൾ എത്ര കിലോമീറ്റർ ആവുന്നുള്ള അറിയില്ലെന്ന്. ഓക്കെ, അപ്പോൾ അസൈബ ബീച്ച് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കണം. ഫാമിലി ആയിട്ടും അല്ലാണ്ടും വന്നിരിക്കാൻ പറ്റും നല്ലൊരു സ്പോട്ടാണ്. ഈവനിങ്ങിലായാലും ശരി മോർണിംഗിലായാലും ശരി വന്നിരിക്കാൻ പറ്റും. അവിടെ ജെറ്റ് സ്കീ ഉണ്ട്, അത് എൻജോയ് ചെയ്യേണ്ടവർക്ക് എൻജോയ് ചെയ്യാം. കടലിലിറങ്ങി കുളിക്കേണ്ടവർക്ക് കുളിക്കാം. അങ്ങനെ നല്ല നല്ല ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. അവിടെ ബീച്ചിൽ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ റൈഡുകളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, അവിടെ നമുക്ക് മോർണിംഗ് വാക്കിന് വരാൻ പറ്റിയ നല്ല സ്പോട്ടുകളുണ്ട്. പിന്നെ ആ ഏരിയയിൽ അപ്പുറത്ത് കാണുന്ന വീടുകൾ അപ്പുറത്ത് വരെ റോഡുണ്ട്. അപ്പോൾ അതിലെ വണ്ടിയിട്ട് അവിടം വരെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നവർക്ക് നടക്കാൻ വരാം. എനിക്കിഷ്ടപ്പെട്ടിട്ടോ. നല്ല അതിൻ്റെ ഇടയിൽ നടുവിലൊരു പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ലൈക്ക്, അങ്ങനെ അടിപൊളിയായിട്ട് നല്ലൊരു സെറ്റപ്പ്. പിന്നെന്താ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് നടന്നു വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതാ. അപ്പോൾ അത് സാധിച്ച്, എനിക്ക് നടന്നു വരാൻ പറ്റി ഇന്ന് രാവിലെ. അപ്പോൾ പിന്നെ ഇവിടെ മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. നമ്മുടെ കമ്പനിയത്തെ എല്ലാവരും കൂടിയിട്ടൊരു നോമ്പ് തുറ ഉണ്ടായിരുന്നു, അതിന് വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ സോഹാറിൽ നിന്ന് നമ്മൾ എല്ലാവരും കൂടെ വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട് ഈ ബീച്ചിലേക്ക്. അതൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നുള്ളൂ കേട്ടോ, കാറായിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നുള്ളത്. ഈ സൈഡിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ്. എനിക്കറിയാം എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഈ വാതിയുടെ അത് ക്രോസ് കൊണ്ടുവരുന്നതാണ്. ഇതിൽ നിന്ന് പോണ വെള്ളമാണ് നമ്മൾ, ഇതാണ് നേരെ കടലിലേക്ക് പോണത്. അതെനിക്കറിയായിരുന്നു. അത് അറിയാതെ നമ്മൾ മാപ്പിൽ നോക്കിയിട്ടുള്ള പരിചയം തന്നെ ഉള്ളൂ. ജസ്റ്റ് എന്താ പറയുക, നമ്മൾ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മാപ്പ് നോക്കിയിട്ട് അറിയാനുള്ളൊരു ഐഡിയ വേണം. അത് പെട്ടെന്നൊന്നും ആവില്ല, കുറേശ്ശെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാനൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, അറിയാത്തൊരു സ്ഥലത്ത് പോയി വല്ല ഫാമിലീസിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാലോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കൂടുതലും മൊബൈലിൽ ഇങ്ങനെ ഇരിക്കും. സംസാരിക്കാൻ ആരും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മൊബൈലിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും മൊബൈലിൽ 24 മണിക്ക് മൊബൈലിൽ യൂട്യൂബും മറ്റേ ഇതൊക്കെയാണ് നോക്കണം. പക്ഷേ ഞാൻ നോക്കണത് അതല്ല, ഗൂഗിൾ മാപ്പായിരിക്കും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുക. ആ ലൊക്കാലിറ്റി ഞാനിപ്പോൾ എവിടെയുള്ളത്, ഏത് സ്പോട്ടിലുള്ളത്, അവിടുന്ന് നമുക്ക് അടുത്ത് വല്ല വ്യൂ കാണാൻ പറ്റിയ സ്പോട്ടുകളുണ്ടോ. ആ സാറ്റലൈറ്റ് വ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് മുകളിൽ നിന്ന് കാണുന്ന പോലെ നല്ലൊരു ഇത് കിട്ടും. എന്താ പറയുക, അപ്പോൾ അത് നോക്കി ഇതിപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ ഇതുപോലത്തെ നമുക്കൊരു വ്യൂ കിട്ടും സാറ്റലൈറ്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വെള്ളമുണ്ടോ പച്ചപ്പുണ്ടോ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സ്പോട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാര്യമായിട്ട് കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ കാര്യങ്ങളൊന്നും. അപ്പോൾ ചിലപ്പോൾ വന്നാൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു അടിപൊളി കാഴ്ചകളായിരിക്കും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് നിരാശപ്പെടാനൊന്നുമില്ല, നമ്മളതും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ പോകണോ. ഈ വെള്ളം ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അപ്പുറത്തുനിന്ന് വേറെ വെള്ളം വരുന്നു. അവിടെയൊക്കെ വെയിൽ വന്നു തുടങ്ങി. അവിടെ വരെ നമ്മൾ നടന്നു വന്നതാട്ടോ നേരത്തെ. ഈ ടോയ്ലറ്റ് തുറന്നുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ ഞാൻ അപ്പുറത്ത് നോക്കി പഠിച്ചിട്ടായിരുന്നു. അതിങ്ങനെ നടന്നങ്ങോട്ട് ഇതിലേക്ക് കയറി പോകും ആൾക്കാർ. ഓക്കെ, അതുവഴി ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, കൂടുതലും നമ്മൾ സ്ഥലങ്ങൾ കണ്ടുപിടിക്കണത് ഇങ്ങനെ മാപ്പ് നോക്കിയിട്ട് അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി മാപ്പുകൾ നോക്കി. ചിലയിടത്തൊന്നും നെറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ തന്നെ കുറേ ഓപ്ഷൻസുകളുണ്ട്. മുൻകൂട്ടി നമുക്ക് ഡൗൺലോഡ് ചെയ്തിടാൻ പറ്റും. ഓഫ്ലൈൻ മാപ്പ് ഉണ്ട്. അങ്ങനെ ചില ഏരിയകളിൽ ഇപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തിടാൻ പറ്റും. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റൂട്ട് മാപ്പ് അടിക്കാൻ പറ്റില്ല എന്നുള്ളത്, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും നമ്മളിപ്പോൾ എവിടെ ഉള്ളത് എന്താണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ കണ്ടുപിടിച്ച ഒരു ഇതാണിത്. ഒരുപാട് ഒട്ടുമിക്ക സ്ഥലങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യണേ. നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിലത്തെ ഒരു വ്യൂ, അങ്ങ് ദൂരത മലനിരകൾ, ആ മലയുടെ ഇപ്പുറത്തൊക്കെ മസ്കറ്റ്, അപ്പുറത്താണ് അമറാത്ത് വരുന്നത്.
നമ്മൾ അമറാത്ത് ഹില്ല് കയറിപ്പോയത് ഇവിടുന്ന് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പള്ളി കാണുന്നുണ്ട് അവിടെ പള്ളിയുടെ ഇത് കണ്ടില്ലേ, അതിൻ്റെയും അപ്പുറത്തെ സൈഡിലായിട്ട് ശരിക്കും കാണില്ല കേട്ടോ. ചെറിയൊരു ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഇത് കാണണ്ട, അത് ആ റോഡാന്ന് തോന്നുന്നുണ്ട്. അമറാത്ത് ഹില്ലിൻ്റെ ആ ചുരത്തിൻ്റെ ആ ഭാഗം എന്നുള്ളത് അതങ്ങനെ കയറി അങ്ങനെ അവിടെ പോകും. അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ ഇന്നാൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ആ കാട് കാര്യങ്ങൾ ഒക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി കൂടുതൽ വലിച്ചു നീട്ടണില്ല. ഒരുപാട് കയറിപ്പോയിട്ടുണ്ട്, വീഡിയോസ് ഒരുപാട് കയറിപ്പോയിട്ടുണ്ട് അറിയാം. അപ്പോൾ എൻജോയ്, ടേക്ക് കെയർ.